ചുഴലി പടിഞ്ഞാറേ മൂലയിലെ വിനോദിൻ്റെ പശുത്തൊഴുത്തിൽ കെട്ടിയിരുന്ന 4 മാസം പ്രായമായ പശുക്കിടാവിനെ ഇന്നലെ രാത്രിയോടെ അതായത് പുലർച്ചെ 1:30 അജ്ഞാത ജീവി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. പുലി തന്നെ ആണെന്ന ഒരു സംശയമായിരുന്നു തുടക്കം മുതൽ നാട്ടുകാർ ഉന്നയിച്ചിരുന്നത്. തൊട്ട് സമീപത്തൊക്കെയായി കാൽപാദങ്ങളുമുണ്ട്. അങ്ങനെയാണ് വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുന്നത്. അവരും ഈ സ്ഥലത്ത് എത്തി ഇപ്പോൾ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. പുലി തന്നെയാണെന്ന്, അതായത് ലക്ഷണങ്ങൾ നോക്കുമ്പോൾ പുലി തന്നെയാവാൻ സാധ്യതയുണ്ടെന്ന ഒരു കാര്യം എന്തായാലും വനം വകുപ്പും ഉറപ്പിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രദേശത്തൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ ഇപ്പോൾ കണ്ണൂർ വിഷനൊപ്പം ചേരുകയാണ്. പുലിയാണ് എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് നാട്ടുകാർക്ക് അടുത്ത ആശങ്കയിലാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് നാട്ടുകാർ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ പുലിയെ പിടികൂടാൻ ആവശ്യമായ കൂടുകൾ അടിയന്തരമായി സ്ഥാപിക്കണം. അതുപോലെ ഇതിൻ്റെ പിറകിൽ ഒരുപാട് കാട് പിടിച്ചു നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ആ സ്ഥല ഉടമകളെ കണ്ട് ആ കാടുകൾ വെട്ടിത്തിറക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. പിന്നെ ജനങ്ങളെ ആശങ്ക അകറ്റണം. കൊണ്ട് ജനങ്ങൾ ഇടതെങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിൻ്റെ പിറകെ മുഴുവൻ കാടാണ്, പക്ഷേ ജനങ്ങൾ ഇടതെങ്ങി പാർക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവർ ആശങ്ക തീർക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വലിയൊരു ഭയമല്ലേ, എല്ലാവരും നല്ല ഭയത്തിലാണില്ലത്. അപ്പോൾ ആ ഭയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുക. ജനങ്ങളൊക്കെ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുക? ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല. ഇതിന് 1 വർഷം മുമ്പേ ഇതേ സ്ഥലത്തിൻ്റെ മുകൾ വശത്ത് നിന്ന് പുലിയെ കണ്ടതായിട്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുഴലിയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷം പുലിയെ കണ്ടിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ, ഇതിനടുത്തിൽ 1-2 സ്ഥലങ്ങളിൽ വീടുകളിൽ നിന്നും നായനെ കാണാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജനങ്ങളുടെ ഇപ്പോൾ ഈ സ്ഥലത്ത് അവരെ ആശങ്ക പരിഹരിക്കുക എന്നതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികളോടും അവരോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഈ സ്ഥലത്ത് ഒരുപാട് കാട് പിടിച്ച് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം ഇതിന് തൊട്ട് പിറകെ സ്ഥലം ഇതുവരെ നമ്മളെ ഓർമ്മയിൽ ആ സ്ഥലം വയക്കിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വയക്കാനുള്ളൊരു സംവിധാനം ഉടൻ തന്നെ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ 1:30 എണീറ്റു. 1:30 എണീക്കുമ്പോൾ ഈ സംഭവം കരയുന്ന കേട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അനിയൻ ആദ്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനും വന്ന് നമ്മൾ പട്ടീനെ കൂട്ടി മൊത്തം പരുതിയിട്ടുണ്ടായിരുന്നു. ഇത് പുലിയാന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ മൊത്തം പരുതിയപ്പോൾ ഇവിടെ സാധനം നമ്മളൊന്നും കണ്ടിട്ടില്ല. കടച്ചിയെ 50 മീറ്ററിനുള്ളിലോട്ട് വലിച്ചു കൊണ്ടിട്ടിട്ടാണ് കാണുന്നത്. 4 മാസം പ്രായമുള്ള കിടാവാണ്. അപ്പോൾ രാവിലെ വെറ്ററിനറി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വരാൻ കാരണം ആദ്യം ഇതിനെ സംഭവം കൊണ്ടിട്ടത് അവിടെയായിരുന്നു, കയറ് പൊട്ടിച്ചിട്ട്. എന്നിട്ട് നമുക്കൊരു സംശയം തോന്നിയിട്ട് നമ്മൾ വീണ്ടും അത് വലിയ കയറിട്ട് കെട്ടി നമ്മൾ വീട്ടിൽ പോയി 3 മണിയാകുമ്പോൾ വീട്ടിൽ പോയി വീണ്ടും കിടന്നുറങ്ങിയിട്ട് തിരിച്ച് ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ വീണ്ടും അത് വന്നിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. അതുവരെ തിന്നിട്ടില്ല, ആദ്യം കടിച്ച് അതിനെ കൊന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഒരുപാട് കാൽപ്പാടുകൾ. ഒരുപാട് കാൽപ്പാടുണ്ട്. അത് പുലിയുടെ നമുക്ക് അപ്പം തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ട്. പക്ഷെ നമ്മൾ വനം വകുപ്പ് കണ്ടത് നമ്മൾ സ്ഥിരീകരിക്കുന്ന കാര്യം വെറ്റിനറി സർജനും പറഞ്ഞത് പിന്നെ പുലിനെ നമ്മൾ ആദ്യം അത് പിടിച്ചപ്പോൾ തന്നെ അറ്റാക്കായിട്ട് മരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പിന്നെ സംശയം ആണ് പറഞ്ഞത്. അപ്പോൾ അവർ വെറ്റിനറി പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് സംഭവം പുലി തന്നെയാണ്. അവർ ഏകദേശം അവർക്കും ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഓഫീസറിൽ നിന്ന് വൈകിട്ട് ഇപ്പോൾ ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓഫീസർ അവർ പറഞ്ഞത് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞത്. ഇവിടെ നമുക്ക് പറയുന്നത് ഈ ക്യാമറ സ്ഥാപിച്ചതുകൊണ്ട് നമ്മളെ ആശങ്ക അകറ്റാൻ പറ്റില്ല. ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനമല്ല ക്യാമറ. അപ്പോൾ ഇതിനെ ആക്രമണത്തിന് പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം, അതിനെ പിടികൂടാൻ സംവിധാനം അടിയന്തരമായിട്ട് വേണ്ടത്. ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് നാട്ടുകാർക്ക് എന്താ അതിനെ കൊണ്ടൊരു ഗുണം? ഒരു പ്രതിരോധ സംവിധാനമല്ലോ ക്യാമറ. അപ്പോൾ നമുക്ക് അതിനെ വേണ്ട സംവിധാനങ്ങൾ ആരാന്ന് വെച്ചാൽ അത് ചെയ്തു തരിക, നാട്ടുകാരെ ആശങ്ക അകറ്റുക, അടിയന്തരമായി ബന്ധപ്പെട്ടവർ എന്താ വെച്ചാൽ നടപടി സ്വീകരിക്കുക എന്ന് മാത്രമേ. അതായത് നാട്ടുകാരൊക്കെ തന്നെ വലിയ ഭീതിയിലാണ്. ഈ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഫോറസ്റ്റ് ഓഫീസർ നൽകിയിട്ടുണ്ട്. ഈ സാധ്യതകളൊക്കെ വെച്ച് പുലി തന്നെയാണെന്ന ഒരു കാര്യവും വനംവകുപ്പ് ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. നാട്ടുകാരുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നതാണ് ഇവരുടെയൊക്കെ തന്നെ ആവശ്യം. ചുഴലിയിൽ നിന്ന് അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.